നമസ്കാരമുണ്ട്. നമ്മുടെ ഡേ ആൻഡ് ഡെയിലിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് എന്താ അറിയോ? അടിപൊളി ചമ്മന്തിപ്പൊടി. നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതിലേക്ക് ഈ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടേ നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രൈ ആയിട്ട് അതിങ്ങനെ പിടിച്ചാൽ പൊട്ടണം. അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ നമ്മുടെ ഈ ഉഴുന്നുപരിപ്പ് ഇതിലിട്ടിട്ട് നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് നല്ല ഇങ്ങനെ വറുത്ത് വരണം. നമ്മളിതിലേക്ക് എണ്ണ ഉപയോഗിക്കണേ ഇല്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് എണ്ണയെ വേണ്ട. നമ്മളിതിലേക്ക് വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അതൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഇത് മാത്രമല്ല, നമ്മുടെ മറ്റേ പരിപ്പില്ലേ, 2 പരിപ്പും ഇതേമാതിരി ഒരു ബ്രൗൺ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കായം നമ്മളിങ്ങനെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഈ കായം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കുറേ നേരം ഫ്രൈ ആകുമ്പോൾ അതിങ്ങനെ വലിയ ബൗൾ മാതിരി വരും. അതാണ് അതിൻ്റെയും കണക്ക്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ കണ്ടോ, അതെല്ലാം ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താണ്ട് നല്ല മിക്സിയിലിട്ടിട്ട് നമ്മൾ ചൂടാറണം കേട്ടോ. ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പൊടിച്ചെടുക്കുക. അത് നമുക്ക് അതും കൂടിയും ചെയ്യാം അല്ലേ.
അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി നല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. അത് നമുക്ക് കുറേ കാലം, നമ്മളിതിൽ എണ്ണയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടേ നമുക്ക് കുറേ കാലം എടുത്ത് വയ്ക്കുകയും ചെയ്യാം. നമ്മളിത് ഉപയോഗിക്കാൻ നേരത്ത് കുറച്ച് നമ്മൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. നമ്മൾ കുറച്ച് പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഇട്ട് മിക്സ് ചെയ്യുക, നമുക്ക് ദോശ ഇഡ്ഡലി എന്താ അടിച്ച് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ.